കേരളത്തിൽ CPM-ന്റെ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായിട്ടുള്ള കണ്ണൂരിൽ പാർട്ടിക്ക് പുതിയ ജില്ലാ ആസ്ഥാന മന്ദിരം പണിയുകയാണ്. അതിന്റെ പണി പൂർത്തിയായിരിക്കുന്നു. ഇന്ന് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് വൈകിട്ട് നടക്കും. നേരത്തെ ഉണ്ടായിരുന്ന അഴീക്കോടൻ മന്ദിരം നിലനിന്നിരുന്ന സ്ഥലത്ത് തന്നെ ആ ബിൽഡിംഗ് ആണ് 52 വർഷത്തിന് ശേഷം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പഴമ നിലനിർത്തുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ പുതിയ കൺസ്ട്രക്ഷൻ ഉള്ളത്. പുതിയ ആധുനിക സൗകര്യങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ പഴയ അഴീക്കോടൻ മന്ദിരത്തിന്റെ പല ഭാഗങ്ങളും, അതായത് മര ഉരുപ്പടികൾ ഉൾപ്പെടെ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏകദേശം 20 മാസം കൊണ്ട്, കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു, 2024 ഫെബ്രുവരിയിലാണ് ഇതിന് തറക്കല്ലിട്ടത്. അത് കഴിഞ്ഞ് ഏകദേശം 20 മാസം കൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പുതിയ ജില്ലാ ആസ്ഥാന മന്ദിരം. ഇത് 5 നിലകളാണുള്ളത്. ഇതിനകത്ത് തന്നെ ഓഫീസ്, ഒപ്പം തന്നെ കോൺഫറൻസ് ഉൾപ്പെടെ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഓഡിറ്റോറിയം, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സൗകര്യങ്ങൾ തന്നെയാണ്. അതായത് CPM-ന്റെ സംഘടനാ സംവിധാനം ഏറ്റവും പ്രബലമായി നിന്നിരുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് പുതിയ കെട്ടിടവും നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അത് തൊട്ടടുത്ത് കളക്ടറേറ്റ് മൈതാനിയിലാണ് അതിനുവേണ്ട പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏകദേശം 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന പരിപാടിയാണ് CPM നിശ്ചയിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം നടത്തുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. വൈകിട്ട് 4 മണിക്കാണ് ഈ ചടങ്ങ് നടക്കുക. അദ്ദേഹം ഇവിടത്തേക്ക് വരുന്നില്ല, പകരം അവിടെ നിന്ന് ഓൺലൈനിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായി പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അഴീക്കോടൻ മന്ദിരം അന്ന് 1953 ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് AKG ആണ് അന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. EMS ഉൾപ്പെടെയുള്ള അന്നത്തെ CPM-ന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരെല്ലാവരും ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്നിപ്പോൾ അഴീക്കോടൻ മന്ദിരം പുതുക്കി പണിയുമ്പോൾ അതിനകത്തുള്ള AKG ഹാളിന്റെ പുറത്ത് നമുക്ക് കാണാൻ കഴിയും. സ്റ്റെയിൻ ഒരു പ്രത്യേക തരത്തിൽ AKGയുടെ ചിത്രം പതിപ്പിച്ചിരിക്കുകയാണ്. അത് ഉണ്ണിക്കാനായി എന്ന് പറയുന്ന ശില്പിയാണ് അത് ചെയ്തിരിക്കുന്നത്. വലിയ തരത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളോടും കൂടിയാണ് ഈ കെട്ടിടം പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാവിലെ മുതൽ കെട്ടിടം കാണുന്നതിനും മറ്റുമായിട്ട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് തന്നെ CPM-ന്റെ ഏറ്റവും ശക്തമായ സംവിധാനങ്ങളും സംഘടനാ സംവിധാനവും പ്രവർത്തിക്കുന്ന കണ്ണൂർ ജില്ലയിൽ അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ആവശ്യങ്ങൾക്കായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പുതിയ കെട്ടിടം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഈ CPM-ന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയാൻ കഴിയുക. കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1.